ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, വിശുദ്ധ സഭയുടെ കാനൂനിക നോയമ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോയമ്പാണ് 15 നോയമ്പ് അഥവാ അസംഷൻ ഫാസ്റ്റിംഗ് ഓർ സൂനോയോ നോയമ്പ്. പരിശുദ്ധ മാതാവിൻ്റെ വാങ്ങിപ്പിനോടനുബന്ധിച്ചുള്ള ഈ നോയമ്പ് ഇത്രമാത്രം മഹത്തരമായ ഒരു നോമ്പ് ആണ് എന്ന് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം, മനുഷ്യപുത്രനായ ദൈവപുത്രനായ യേശുക്രിസ്തുവിന് സന്നിധി നൽകിയ ആ മാതാവ് എങ്ങനെ നമ്മൾക്ക് വേണ്ടി യാചിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവായി മാത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്ത്രീവർഗത്തിൻ്റെ നീചത്വത്തെ കന്യകയായ വിശുദ്ധ മറിയം നീക്കിക്കളഞ്ഞു എന്ന് നമ്മൾ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. പൂക്കുല തന്നിലെ കരിക്കതിൻ്റെ ഉള്ളിൽ ജലം പൂക്കപോൽ ജനിച്ചതുപോൽ പുത്രൻ എന്നെ വേണ്ടു. ഇത് മലയാള സംസ്കാരത്തിലെ ദൈവശാസ്ത്രമാണ്. ഇതിൻ്റെ അർത്ഥം തേങ്ങയുടെയും കരിക്കിൻ്റെയും ഉള്ളിൽ ജലമുരവാകുന്നത് പോലെയാണ് കന്യമറിയാമിൻ്റെ ഉദരത്തിൽ ശിശു അവതരിച്ചത് എന്നാണ്. അത്ര ഭാഗ്യവതിയായ മാതാവ്, ഒരു കാലഘട്ടത്തിൻ്റെ അവജ്ഞയാകാമായിരുന്ന മാതാവ്, ലോകമെമ്പാടും ലോകമുള്ളിടത്തോളം കാലം എല്ലാവരാലും സ്തുതിക്കപ്പെടുകയും എല്ലാവരുടെയും മധ്യസ്ഥർപ്പിക്കുന്നതുമായ പരിശുദ്ധ മാതാവായി മാറുമ്പോൾ, പ്രിയമുള്ളവരെ, മാതാവിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കും. തൻ്റെ മാതാവിൻ്റെ ഓർമ്മയെ ശ്രേഷ്ഠപ്പെടുത്തുന്ന നല്ലവനായ കർത്താവേ, നീ മാതാവിൻ്റെ ഓർമ്മയെ ബഹുമാനത്തിലെ 15 ജീവനുള്ള നിന്റെ കരുണയാ നീ പുണ്യപ്പെടുത്തണമേ. ദൈവപുത്ര, 9 മാസം നിന്നെ വഹിച്ച് നിന്നെ പറ്റ അമ്മയുടെ പ്രാർത്ഥന മൂലം ഞങ്ങളിൽ നിന്ന് കോപടിയിൽ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നിർത്തുകയാണ്. ഭാഗ്യവതിയായ മാതാവേ, നിനക്ക് ഭാഗ്യമല്ല തന്നിനേക്കാൾ നീ ഭാഗ്യവതിയാകുന്നു. കണാവല്ലാത്തൻ്റെ ആംഗ്യത്തെ സർവ്വത്തെയും വഹിച്ചിരിക്കുന്ന ലോകങ്ങളെ പരാക്രമശാലിയെ വഹിക്കുകയും ഓമനിക്കുകയും ചെയ്ത മാതാവേ, നീ ഭാഗ്യവതിയാകുന്നു. ഗോകുൽത്ത മലമുൾ ഉദയം ചെയ്യുകയും പിശാചിനെ ബന്ധിക്കുകയും ലോകത്തെ സമരം ചെയ്ത രക്ഷകൻ നിന്നും യാതനാകാൽ അമ്മയെ നീ ഭാഗ്യവതിയാകുന്നു. നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാം. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.